നമസ്കാരം. ഏത് നിമിഷവും ഇറാന്റെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ വിറങ്ങലിച്ചു കഴിയുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏത് നിമിഷവും ടെല്ലവീവിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിവെച്ചവരാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എരികേറ്റി ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ നെതന്യാഹു ആണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയിരുന്ന പശ്ചിമേഷ്യയിൽ പൊടുന്നനെ ഇത്രയും വലിയ യുദ്ധം ഫെബ്രുവരി 28 മുതൽ പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് നെതന്യാഹുവിൻ്റെ ഭയവും അതോടൊപ്പം നെതന്യാഹുവിൻ്റെ ജൂതൻ ഉറങ്ങണം എന്ന ചിന്താഗതിയുമാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ നെതന്യാഹു വന്നിട്ട് ട്രംപിനോട് പറയുകയാണ്, അല്ലയോ ട്രംപേ, ഇറാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു, ഇറാന്റെ ആയുധങ്ങൾ കുറെ കൂടി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ജൂതന്റെ ഉറക്കത്തിന് വിഘാതമാണ്. അതായത് ജൂത സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നും ജൂതന്മാർ മനസമാധാനമായി ഉറങ്ങിയിട്ട് പേടിച്ചു തൂറികളാണെന്ന് സ്വയം പറയുന്ന വിധത്തിൽ നെതന്യാഹു പറഞ്ഞതായി പല മാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നെതന്യാഹു പറയുന്നു, ജൂതന് സമാധാനമായി ഉറങ്ങണം, ഇസ്രായേലിന് സമാധാനമായി ജീവിക്കണം, അതിനെന്ത് വേണം? ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ, ആ രാജ്യത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും ഭരണാധികാരികളെയും മുഴുവൻ കൂട്ടക്കുരുതി നടത്തുന്ന വിധത്തിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഇറാനെ വരുതിയിലാക്കണം, ഇറാനിൽ നമ്മുടെ ഭരണം വരണം, ഇറാൻ്റെ തീരമേഖലകൾ പിടിച്ചെടുക്കണം, അവിടുത്തെ ഊർജ്ജ മേഖല നമ്മുടെ കയ്യിലാകണം, അവിടെ നിന്ന് യുറേനിയം അടിച്ചുകൊണ്ട് പോരണം, ഒപ്പം ഹോർമൂസ് കീഴടക്കണം. ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ, ഒരുപാട് വിശകലനങ്ങൾ, സാധ്യതകൾ, ലാഭക്കണക്കുകൾ ഒക്കെ പരിശോധിച്ച ശേഷമാണ് ഇറാനെ അടിച്ചാൽ ഇറാൻ വീണ് തകർന്ന് തരിപ്പണമായി നമ്മുടെ കാൽച്ചോട്ടിലേക്ക് വരുമെന്ന മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഫെബ്രുവരി 28 ഇറാനിലേക്ക് കടന്നു കയറി ആക്രമണം തുടങ്ങിയത്. ആക്രമണം തുടങ്ങി, ദോഷം പറയരുതല്ലോ, 2-ാം ദിവസം തന്നെ അവരുടെ പ്രൈമറി ടാർഗറ്റായ ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ അവർക്ക് വധിക്കാൻ സാധിച്ചു. ഒപ്പം 50-ലധികം ഉന്നതരെയും ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കി. പക്ഷേ അതൊരു ചതിയിലൂടെ നടത്തിയ ആക്രമണമായിരുന്നു എന്ന് ലോകത്തിനറിയാം. കാരണം ആണവ വിഷയമാണ് നമ്മുടെ വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇറാനും ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ചകൾ നടത്തുകയാണ്. അമേരിക്ക പറയുന്നു, ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ആണവോർജ്ജം ആണവായുധത്തിനായി ഉപയോഗിക്കരുത്, അത് ലോകത്തിന് ഭീഷണിയാണ് എന്ന്. ഇറാൻ തലകുലുക്കി സമ്മതിക്കുന്നു, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല, ഈ ആണവ ഊർജ്ജം മുഴുവൻ ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്. നിങ്ങൾ ഞങ്ങളെ ഭയക്കാതെ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകൂ, ഞങ്ങളുടെ ഉപരോധങ്ങൾ നീക്കൂ, ഞങ്ങൾക്ക് മേലുള്ള സകല നിയന്ത്രണങ്ങളും ഇല്ലാതാക്കൂ, ഞങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഒരു ആണവായുധവും ഉണ്ടാക്കുന്നില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന മറുപടി ട്രംപിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായില്ല. കാരണം ട്രംപിനെ പേടിച്ച് ഇറാൻ ആണവായുധ നിർമ്മാണം നിർത്തി എന്ന നെറേറ്റീവാണ് ട്രംപ് ലോകത്തിന് നൽകാൻ ആഗ്രഹിച്ചത്. ഇസ്രായേൽ ആകട്ടെ, ഞങ്ങളുടെ ആക്രമണത്തിൽ ഇറാൻ എന്നേക്കുമായി തകർന്നടിഞ്ഞു, ഇനി ഇറാനിൽ നിന്നൊരു ഭീഷണിയും ഉണ്ടാകില്ല എന്ന് സ്വന്തം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി നെതന്യാഹു നെട്ടോട്ടമോടുന്ന അവസ്ഥയായിരുന്നു ഇസ്രായേലിൽ. അപ്പോൾ ഇരു ഭരണാധികാരികൾക്കും വലിയ സ്വാർത്ഥ ലാഭങ്ങൾ, തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന രണ്ട് രാജ്യങ്ങളിലും സ്വാഭാവികമായിട്ടും അവർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വെറുപ്പ് ഇല്ലാതാക്കേണ്ടതുണ്ടായിരുന്നു, അതിന് യുദ്ധം നടക്കേണ്ടതുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി ആരംഭിച്ച യുദ്ധം, അതായത് ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ അടുത്ത ചർച്ച തീരുമാനിച്ച ഘട്ടത്തിൽ നടത്തിയ ചതിയിലൂടെയുള്ള യുദ്ധം, ആക്രമണം, ചതിപ്രയോഗം, അതിലൂടെ ഖാംനെയി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. പക്ഷേ അതിനുശേഷമാണ് ഇറാൻ എന്താണ് എന്ന നടുക്കുന്ന സത്യം ഇസ്രായേലും അമേരിക്കയും കൃത്യമായി മനസ്സിലാക്കിയത്. ഇരു രാജ്യങ്ങളും പിന്നീട് അങ്ങോട്ട് അനുഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ വ്യാപകമായി ഗൾഫ് മേഖലയിൽ ആക്രമിക്കപ്പെടുന്നു, അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുന്നു, അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഹോർമൂസ് കടലെടുക്ക് അനുബന്ധമായി അടയ്ക്കുന്നു, പല രാജ്യങ്ങളുടെയും എണ്ണ സംഭരണശാലകൾ പോലും, റിഫൈനറികൾ അടക്കം തകർക്കുന്ന വിധത്തിലേക്കുള്ള നിർണായകമായ ആക്രമണങ്ങളാണ് പിന്നീട് അമേരിക്കയും ഇസ്രായേലും സാക്ഷ്യം വഹിച്ചത്. അതായത് ഇറാനെ വേദനിപ്പിക്കാൻ, ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ, ഇറാനെ തകർക്കാൻ, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ഇറാൻ
ഗൾഫ് രാജ്യങ്ങളെ അടക്കം ഞെട്ടിച്ചു. അതായത് അമേരിക്ക വിചാരിച്ചത്, അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഗൾഫ് രാജ്യങ്ങൾ നിൽക്കും, എത്രയും പെട്ടെന്ന് ഇറാനെ തകർത്ത് കയ്യിൽ കൊടുത്താൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കും, അതനുസരിച്ച് ഇറാനിൽ കയറി എന്ത് തോന്നിയാസവും കാണിക്കാം എന്നതായിരുന്നു ട്രംപിൻ്റെ ചിന്ത. പക്ഷേ ആസ്ഥാനത്തായിരുന്നു ട്രംപിന് കിട്ടിയ പ്രഹരം. പിന്നീട് അങ്ങോട്ട് ഇറാനി യുദ്ധത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇറാൻ പറയുന്നിടത്തേക്ക് യുദ്ധം നീങ്ങുന്നു, ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നു, ഇറാൻ വ്യാപകമായി അമേരിക്കയുടെ അസറ്റുകൾ തകർക്കുന്നു, ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു. അങ്ങനെയാണ് ഒടുവിൽ സഹികെട്ട് ഹോർമുസ് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നാൽ മതി എന്ന തരത്തിലേക്ക്, ഇറാന്റെ കാല് പിടിക്കുന്ന തരത്തിലേക്ക്, ഇറാൻ പറയുന്ന ആവശ്യങ്ങൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക കരാറിൽ ഒപ്പുവെക്കുന്നത്. പക്ഷേ ആ അമേരിക്കൻ കരാർ ഒപ്പുവെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്ക വീണ്ടും തനിക്കുളം കാണിച്ചു, വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തി. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വലിയ യുദ്ധം, അതിതീവ്രമായ യുദ്ധം. ഞാൻ ആമുഖമായി ഇത്രയും കാര്യം പറഞ്ഞത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ്, ഈ യുദ്ധത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നെറികേടുകൾ, ചതി, വഞ്ചന, ഇതൊക്കെ ബോധ്യപ്പെടുത്താനാണ്. പക്ഷെ അതിനെല്ലാം ചേർത്തൊരു വലിയ തിരിച്ചടി കൊടുക്കാൻ ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന നിർണായക വിവരമാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇറാൻ ഇസ്രായേൽ കയറി മേയാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇസ്രായേലിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ പ്രഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇസ്രായേലിനും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൽ പലയിടങ്ങളിലും വലിയ ജാഗ്രത നിലനിൽക്കുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞ റിപ്പോർട്ട്. ഇതാ കാണൂ. ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഇസ്രായേലിനുള്ളിലേക്ക് വലിയ ആക്രമണങ്ങൾക്ക് ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇറാൻ തീരുമാനമെടുത്തതായ റിപ്പോർട്ടുകളുണ്ട്. അതനുസരിച്ച് ഇസ്രായേലിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയാണ്, പലയിടങ്ങളിലും വലിയ ജാഗ്രതയാണ് നെതന്യാഹു, ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നെതന്യാഹു. ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നിലനിൽക്കുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനുള്ളിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കാമെന്ന ഭീതിയാണ് നിലനിൽക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് നോവണമെങ്കിൽ ഇസ്രായേൽ കയറി അടിക്കണം, ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകണം, ഒടുവിൽ ഇസ്രായേൽ അമേരിക്കയുടെ കാല് പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയണം, അല്ലെങ്കിൽ നമുക്ക് ഇറാനുമായി ഒരു കരാറിലുണ്ടാക്കി പിന്തിരിയാമെന്ന് പറയണം. ആ ഘട്ടത്തിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് കേട്ടോ വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം എന്താണ്? അമേരിക്കയ്ക്കെതിരായി ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറുന്നില്ലെന്ന് മാത്രമല്ല, അത് വലിയ പകയായി മാറി അമേരിക്ക ഇറാന് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഇറാൻ തീരുമാനിക്കുന്നു, അമേരിക്കയ്ക്ക് നോവണമെങ്കിൽ, അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചാൽ പോരാ, ഒപ്പം ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തണം, അതോടൊപ്പം ചെങ്കടൽ അടക്കണം, ബാബൽ മന്ദബ് കടലെടുക്ക് അടക്കണം, ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിന്റെ പകുതിയോളം നിലച്ചു പോകണം. അങ്ങനെ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് അമേരിക്ക അറിയണം. അതോടൊപ്പം തന്നെ അമേരിക്ക പറയുന്ന ഒരു കാര്യത്തിലും ഒത്തുതീർപ്പിന് തയ്യാറാകാതെ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ലോകത്തിന് മുന്നിൽ ഇറാന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടേറെ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇറാൻ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ, അതായത് ഇസ്രായേലിനുള്ളിലേക്ക് കയറി അടിച്ച് ഇസ്രായേലിനെ തരിപ്പണമാക്കി, ഇസ്രായേലിനെ തച്ചുടച്ച് ഇസ്രായേലിലേക്ക് തീമഴ പെയ്ച്ച് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാനായി ഇപ്പോൾ ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ, അന്താരാഷ്ട്ര ഏജൻസികളിലൊക്കെ തുടർച്ചയായി വരുന്നത്. അതായത് തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുക, അമേരിക്ക തങ്ങൾക്ക് നേരെ ഇനി അനിയന്ത്രിതമായ ആക്രമണങ്ങൾ നടത്തിയാൽ, അതായത് ഒരു തരത്തിലും ഇറാന് വെറുതെ വിടില്ല എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം ഇറാന് നേരെ നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഇനി ഇറാന് നേരെ ട്രംപ് നടത്തിയാൽ അതിഭയാനകമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തി അമേരിക്കയെ വേദനിപ്പിക്കുക, ഒപ്പം ഈ യുദ്ധത്തിന്റെ മൂലകാരണമായ നെതന്യാഹു, ഇസ്രായേൽ, അവരെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏതറ്റം വരെയും പോകുന്ന ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു ഇറാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം ഇസ്രായേലിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ, വലിയ തിരിച്ചടികൾ, പ്രഹരങ്ങൾ, വേദനകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്.